ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ് വിത്ത് ജബൂസ്. എടാ, ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നടാ. ഞാനാണെങ്കിൽ നോക്കുമ്പം എൻ്റെ ഫ്രണ്ട്സിന് കുറേ പ്രൈവറ്റ് സെർവേഴ്സ് ഉണ്ട്. അതിലൊരുത്തനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ പ്രൈവറ്റ് സെർവറിൽ കയറിയിരിക്കുന്നത്. എൻ്റെ സ്റ്റീൽ ലൈബ്രറിയിലോട്ടുള്ള കൂട്ടുകാരനാണ്. അവനെ എനിക്ക് റിയൽ ലൈഫിൽ അറിയത്തോലുമില്ല. അവനൊക്കെ ഏതാ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ റോബ്ലോക്സിലെ ഫ്രണ്ടിൻ്റെ സെർവറിൽ കയറി. അവൻ നേരത്തെ അവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. അവനൊരു പൊട്ടനാണോ. അവനാണെങ്കിൽ എനിക്ക് ഒന്നും അറിയത്തില്ല. അവന് എങ്ങനെ ബ്രെയിൻ റോട്ട് ഉണ്ടാക്കാം, അവനെങ്ങനെ ബ്രെയിൻ റോട്ട് ഉണ്ടാക്കാം, എങ്ങനെ പ്രൈവറ്റ് സെർവറിൽ നിന്ന് ലീവ് ചെയ്യാം. ലീവ് ചെയ്യാനല്ല, അവനെങ്ങനെ ബ്രെയിൻ റോട്ട് ഉണ്ടാക്കാം, പിന്നെ ആണെങ്കിൽ എങ്ങനെ അവൻ്റെ ബേസിൽ ലോക്ക് ചെയ്യാം. അത് മാത്രമേ അവനറിയത്തുള്ളൂ. പൊട്ടനായിരുന്നവൻ പാട്ടുപാടാനറിയാതെ കൂട്ടുകൂടാനറിയാതെ ഇങ്ങനൊരു പൊട്ടനെ ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല. അവൻ്റെ ഞാൻ കുറച്ച് ബ്രെയിനോട്ട് സ്റ്റീലിട്ടുണ്ട്, കാണിച്ചു തരാം. അങ്ങനൊരു പൊട്ടനെ ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ പൊട്ടന്മാരുണ്ടോ? അവിടെ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് എന്തോ ലാഗായിരുന്നു. ലാഗ് അടിച്ചടിച്ചടിച്ചടിച്ച് ഞാൻ ചേർത്തു. ഈ ബ്രെയിനോട്ടാണ് ഞാൻ അവൻ്റെ ഏപ്രിൽ ഫുൾ. മൂന്ന് സീക്രട്ട് ഞാൻ അവൻ്റെ മേടിച്ചു. ബ്രെയിനോട്ട് കോഡ് അന്നത്തല്ലേ എന്നെ. Kurkur 2.5 million. 3.2 million. Plus number 0. പൊട്ടനായിരുന്നു ഞാൻ. എല്ലാവൻ മാത്രമല്ല, എനിക്കിന്ന് ഇത് കൂടെ ഈ ബ്രെയിനോട്ട് എടുക്കുന്നതിന് യൂണീക്ക് നമ്പർ. എൻ്റെ പ്രൈസും യൂണീക്ക് നമ്പർ. ഗ്രൈപ്പസ് 1 മില്യൺ അടിച്ചു. 1 ബില്യൺ അടിച്ചു. 101 മില്യൺ. ഉറുമ്പടിച്ച് കള്ളവാഴപ്പട്ടി. ഞാൻ ഇന്നലത്തെ വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലായേ, ഈ ഗെയിമിൻ്റെ സൗണ്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. ഞാൻ ഈ സൗണ്ട് കുറയ്ക്കാതെ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ. ഒരു 10 പ്രാവശ്യം കണ്ടിട്ട് അതിന് കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. 3.6 2.8 രണ്ടെണ്ണം കസേരയും ബെഞ്ചും വന്നിട്ടുണ്ട്. നല്ല കോമ്പിനേഷനാ, കസേരയും ബെഞ്ചും. അയ്യോ, കാർക്കിന്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നു. ഇനി ചക്കയുടെ മണ്ടയ്ക്ക് ബുക്ക് വെച്ചിട്ട് അതേ വേണം. ചക്കേക്ക് ഗ്രൈപ്പുസ് മെലൂസി ട്രളലിട്ട ട്രള ജാക്കോ ജാക്ക് ജാക്ക് ത്രീപ്പ പേരെഴുതി കളിക്കുക. ഞാൻ മണ്ടായിരുന്നു, ഞാൻ പേരെഴുതി കളിക്കുന്നത്. പിന്നെ ഈ രണ്ട് കൊക്കോഫാന്തോ എലഫാന്തോ ഉണ്ടോ? ഈ രണ്ട് കൊക്കോഫാന്തോയും ഈ ത്രിപ്പായും
എനിക്കിതെങ്ങനെയാ കിട്ടിയെന്നറിയാവോ? ഞാൻ ആദ്യം വന്നു, എന്നിട്ടാണെങ്കിൽ വെറുതെ ഒരു കളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ക്വാണ്ടം ക്ലോണർ എടുത്തുകൊണ്ട് വന്നിട്ട് അടച്ചിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു സമയം ഞാൻ ഇപ്പൊ ത്രിപിത്രോപ്പെന്ന് വിളിച്ചു. അപ്പൊ തന്നെ എന്നെ വിളിച്ചു. ഞാനാണ് പൈസ അടിച്ചല്ലേ ഉള്ളൂ. നീ അപ്പൂസിനി ഓറലീനിയ പക്ഷെ പൈസ അടിച്ചില്ല. ഓജി ബ്രെയിൻ റോട്ടാ ഉണ്ടോ? ബ്രെയിൻ റോട്ട് അനങ്ങും. സ്ലാപ്പ് വെച്ചിട്ട് എന്താ വിച്ച് ഫീസിൻ്റെ കുണ്ടിക്കിട്ടടിക്കും. ഞാനീ PPKയുടെ ഇത് വെച്ചിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ടാണ്. ഈ PPK ഇങ്ങനെ കാലിങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന പോലെ ഉണ്ട്. മറ്റേ ഇങ്ങനെ റേജ് ടേബിൾ എറിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഓയിലിംഗ് സെൻറ്റർ വെച്ചാൽ ബ്രെയിനോട്ടൊക്കെ ഇങ്ങനെ തട്ടി വയ്ക്കുമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയതാണ്. PPKയുടെ കാലിൻ്റെ അവിടെ കൊണ്ടുവന്നൊരു ഗ്ലോർബോ ഫ്ലുത്തറിയിലോ മേടിച്ചിട്ട് അവിടെ വെച്ചിട്ട് കാണുമ്പോൾ ശരിക്കുള്ള മെസ്സിയുടെ കൂട്ട് തോന്നും. എന്താണെന്നറിയോ? ആരാണിക്കുന്നേ? ഞാൻ ക്വാണ്ടങ്ങളോണ്ട വെച്ചിട്ടേ അതിന്റെ പ്രതിരൂപ കണ്ടാണ് പൊട്ടനായിരുന്നു ഞാനല്ലോ. ഇവിടെ 2.3 ബില്യൺ. അവിടെ 3 ബില്യൺ. ഇവര് തരുന്ന ഈ പച്ച കളറിലെ ഇങ്ങനെ ഈ പൈസ ഉണ്ട്. അത് നോക്കാതെ തന്നെ നോക്കാൻ സൈഡ് 200 ബില്യൺ. മിക്കവാറും ഞാൻ ഒരു 10 ട്രില്യൺ അടിക്കും. ഞാനാ പറയുന്നത്. ഈ സൗണ്ട് കേട്ടോ എന്തോന്നറിയാവോ? ഞാൻ എൻ്റെ കൈ കൊണ്ട് സ്പീക്കറിലിട്ടിടിച്ച്. എനിക്ക് ഒരു കാര്യം നല്ല വ്യക്തമായിട്ടറിയാം. ഞാൻ എടുത്ത വീഡിയോയ്ക്കകത്ത് ഗെയിമിൻ്റെ സൗണ്ട് അല്ലാതെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാലും നിങ്ങളത് മനസ്സിലാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലാക്കിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. 4 2 ബ്രെയിൻ റോട്ട് ഒരു ഗ്രേപ്പസ് സെറ്റായിരുന്നു. എന്തെന്നറിയോ? ആദ്യം അവനാണ് ഈ ചക്കയ്ക്ക് ഞാൻ എടുത്തു എൻ്റെ ബേസ് കൊണ്ടുപോയി വെച്ചു. അവനാണെങ്കിൽ ഞാൻ വെച്ചു. എന്നിട്ട് അവൻ ലീവ് അടിച്ചു. പിന്നെ കയറി വന്നു. അവൻ്റെ ബേസ് തുറന്നിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ എൻ്റെ ബേസിൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ ലോക്കാക്കി. അവനാണെങ്കിൽ ഗീവ് ഇറ്റ് ബാക്ക് അന്നേരം ഞാൻ അടച്ചു തന്നിട്ട് താങ്ക് യു. അന്നേരം ആണെങ്കിൽ ഞാൻ നിന്നോട് എടുക്കാൻ പറഞ്ഞില്ലല്ലോ. അന്നേരം ഞാൻ ഇതെന്നറിയോ? അങ്ങ് ബോഡി സോപ്പ് അടിച്ചു. പക്ഷേ അവൻ ട്രാപ്പിനകത്ത് വിടില്ല. അവൻ ശകന് മുന്നിൽ വന്നിരുന്നോ. ഞാൻ അടിച്ചെന്ന് അറിഞ്ഞ സെക്കൻഡ് തന്നെ നമ്മുടെ മണ്ടയ്ക്കൊന്നും വന്നല്ലേ വീഴുന്നേ. ആ മണ്ടയ്ക്ക് നോക്കി ഒത്തിരി ഓട്ടം. പക്ഷെ ഞാൻ അത് കണ്ടില്ല. ഞാൻ നേരെ എന്നിട്ട് ബ്രെയിൻ റോഡ് സ്റ്റീൽ ചെയ്ത കൂർ അവൻ ആ സെക്കൻഡ് തന്നെ ലീവ് അടിച്ചു. എനിക്കതും കിട്ടി. അടുത്തത് ഗ്രേപ്പ് ഏറ്റവും ലാസ്റ്റ് കിട്ടിയത്. അത് കുറേ നേരം അവൻ പോയി. എന്നിട്ട് അവൻ പോയി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവൻ തിരിച്ചു. പിന്നെയാണ് ഞാൻ എടുത്ത് അവൻ്റെ ബേസ് തുറക്കാൻ 20 സെക്കൻഡാന്ന് വിചാരിച്ചോ.
ഞാൻ 20 സെക്കൻഡിൽ തന്നെ എടുത്ത് കൈ പിടിച്ചു. എനിക്ക് അവൻ ലീവ് ചെയ്യാൻ എന്തായാലും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അന്നേരം അവൻ എന്ത് ചെയ്തെന്നറിയുന്നു? എടാ അവൻ്റെ വിചാരം ലീവ് ചെയ്ത് അവൻ്റെ കയ്യിലുള്ള ബ്രെയിനോട് പോച്ചില്ലെന്ന്. അങ്ങനെ ഒരു പൊട്ടലിനെ ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല. എന്നും പറഞ്ഞോണ്ടല്ലോ അവനാണെങ്കിൽ ലീവ് അടിച്ച ഞാൻ എന്ത് ചെയ്ത് ഞാൻ അവൻ്റെ ബ്രെയിനോട്ടൊക്കെ ഈ ഭാഗമായിട്ട് വരും. ഗ്രേപ്പസ് ഇവിടെ ഗ്രേപ്പസ് മീറ്റ് എടുത്ത് ഇങ്ങനെ ഒന്ന് കറങ്ങി ചെന്നിട്ട് ഇതാ അവൻ്റെ ബേസിന് തൊട്ടടുത്ത് തന്നെ എൻ്റെ ബേസ് ഇങ്ങനെ അങ്ങ് കയറി ചെന്നു കിട്ടുവാണ് സമയം. അല്ലെങ്കിൽ പ്രൈവറ്റ് സെർവറിൽ എപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ പ്രൈവറ്റ് സെർവറിൽ ഒറ്റ ഒരാളെ ഉള്ളെങ്കിൽ ആ ആളുടെ തൊട്ടപ്പുറത്തായിരിക്കും നമ്മുടെ ബേസും വരുന്നത്. അയാളിപ്പം അപ്പുറത്താവാം ഇപ്പുറത്താവാം, എവിടെ പോകും നമുക്കറിഞ്ഞൂടാ. എനിക്കിത് ആദ്യമൊന്നും ഈ സ്ക്രീൻ ആണ്ടെ ഇങ്ങനെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ സ്ക്രീൻ തിരിക്കുന്നതെന്നൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അന്നേരം മനസ്സിലായി ഇൻഡെക്സിൻ്റെ വണ്ടയ്ക്ക് പിടിച്ചേക്കും. എന്നിട്ട് ഞെക്കിക്കൊണ്ടിരിക്കണം കണ്ടോ ഇങ്ങനെ. എൻ്റെ മറ്റേ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രം തന്നെ ഈ കുത്തുണ്ടോ ഈ വെള്ള വര എൻ്റെ സ്ക്രീനിലുണ്ടേ അത് സംബന്ധിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ ഞെക്കി പിടിക്കണം. ഇത് ഇങ്ങനാക്കിയ അകത്തോട്ട് ഇങ്ങനാക്കിയ വെളിയിലോട്ട് ഇങ്ങനാക്കിയ അകത്തോട്ട് ഇങ്ങനാക്കിയ വെളിയിലോട്ട് ഇങ്ങനാക്കിയ അകത്തോട്ട്. അങ്ങനെ ഇപ്പം ഇപ്പുറത്തെ സൈഡിൽ പിടിക്കണം. രണ്ട് ഇൻഡെക്സിൽ നിന്ന് മുന്നിലോട്ട് നീക്കിയാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് ഇങ്ങനെ. ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്നറിയോ, ഇപ്പോഴും ഞാൻ തന്നെ ചെയ്യുന്നേ. ഞാൻ അതൊക്കെ മറന്നു പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്യും. തുളിമറ തുളിസീന കയറി ബർബർ ഇപ്പത്തെ കയറും ടീം ജേഴ്സി കയറാ താല്പര്യ പേര് കയറാം. അടുത്ത താല്പര്യ പേര് ആരെങ്കിലും കയറുമോ നോക്കാം. കയറത്തില്ലെന്ന് എനിക്ക് പറയാം. അവിടെ ഡയമണ്ട് നൂബിൻ്റെ നിൽക്കാം അവിടെ. എത്തടാ എല്ലാവരും മൈൻഡില്ല തോണേ. എടാ മൈൻഡ് ആക്കടാ. എടാ ആരെങ്കിലുമൊക്കെ മൈൻഡ് ആക്കടാ. എടാ ട്രാപ്പടാ. നീ എങ്കിലും മൈൻഡ് ആക്കടാ. എന്തുവാണോ മൈൻഡ് ആക്കിയിട്ട് പോടടാ. എന്തുവാണോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് മൈൻഡ് ആക്കിയിട്ട് പോളൂ. അമ്മ ശരി എന്നാ എന്നെ മൈൻഡ് ആക്കുന്നില്ല. അടുത്ത യൂണിക് നമ്പർ നോക്കണം. ഞാൻ എൻ്റെ യൂട്യൂബിൽ ആദ്യമായിട്ട് റോബ്ലോക്സിൻ്റെ വീഡിയോ തന്നു. എൻ്റെ ബ്രെയിൻ റൂട്ട് വരുന്ന സൗണ്ട് കേട്ടോ ഇച്ചിരി കൂട്ടിട്ട ഞാൻ ആദ്യമായിട്ടിട്ട എന്തപ്പം നടന്നേ. എടാ ബ്ലഡ് എടാ അതെന്താടാ ബ്ലഡ് മൂൺ എന്ന് പറയുന്ന പോലെ എന്താടാ മിൽക്ക് മൂണാ. അത് എപ്പിക്ക് മൂൺ സിവൻ്റ് ഇല്ലേ അതിലത്തെ ഇതെന്താടാ മിൽക്ക് മൂണാ. ഏയ് എടാ അല്ല ഇത് മറ്റേ ഇത് മറ്റേ സാധനം ആണ്ടേ ബ്ലാക്ക് ഇതാണ്ടേ അതുകൊണ്ടോ ലോഗോ ഇല്ല ചെറിയത് ഇപ്പൊ മാഞ്ഞു പോയി. ഇപ്പൊ വരും. അവരുടെ ലോകം നേരത്തെ ഒന്നില്ലായിരുന്നോ. ഈ ലോഗോ ഇപ്പൊ ഇങ്ങനെ വലുതായിട്ട് കറങ്ങിയിട്ട് പോയില്ലേ. അതെ ഈ ലോഗാണ് വലിയ കളറിൽ ആകാശത്തേക്കണത് കണ്ടോ. ഇപ്പഴെനിക്ക് മനസ്സിലായി. ഡാർക്ക് മൂണ് വൈറ്റ് മൂണ് 1.1 മില്യൺ തോന്നി. എന്താണെന്നറിയോ സൈഡിലെ മണിയുടെ മണ്ടയ്ക്കത് അവിടെ ഇനി അങ്ങ് ലാമ്പ് കിട്ടിയത് സെറ്റാന്. അത് നല്ല പറയാമെന്ന് എനിക്ക് കിട്ടിയോ. പക്ഷെ അതിന്റെ ഗുണം എന്തോന്ന് എനിക്കിരുന്നു അത് എന്നോട് ചോദിക്കും.
$6 ബില്യണോ? അപ്പൊ അവന്മാര് ഇല്ല. ഇത് 12 ഞാനാവും. 12 15 കൊള്ളാലോ. എടാ 12 ബില്യണോ 15 ബില്യണോ 6 ബില്യണോ പെട്ടെന്ന് ക്ലെയിം ചെയ്യുവാണെങ്കിൽ എല്ലാം രണ്ടും ഒരേപോലെ അപ്പോൾ ഒരുമിച്ചല്ലേ മണി കൂടുന്നേ കണ്ടോ. അതുപോലെ 6 കൂടെ ക്ലെയിം ചെയ്യുന്നപ്പോൾ 163. അതിപ്പോ 250 ബില്യൺ ആയി കാണത്തില്ലേ? 250 മില്യൺ. അപ്പൊ എനിക്ക് 167 ബില്യൺ ആക്കാമല്ലോ. പറ്റൂല. അത്രേ ഉള്ളൂ. 1 ബില്യൺ ആയി. ശരി ഇപ്പഴാ 170 ബില്യൺ ആക്കാൻ പോയെ. കേരള ആരാണോ നിന്നോട് ഇറങ്ങാൻ പറഞ്ഞത്? 35 മില്യണും കൂടെ 350. അതിപ്പോ റെഡിയാക്കി തരാന്ന്. അയ്യോ സംഖ്യ മാറിപ്പോയി കേട്ടോ. ഞാനത് ഗ്രേപ്സിന്റെ കൂടെ ക്ലെയിം ചെയ്ത് 600 മില്യൺ ഇട്ടെ. 172 ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. സബ്സ്ക്രൈബേഴ്സിനോടല്ലോ ഒരു യൂട്യൂബറിനോട്. ക്ലൂഡ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ, ക്ലൂഡ്സില്ല മറ്റേ യൂട്യൂബർ, ഞാൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ നിന്നെ പറ്റിയാണ് ക്ലൂഡ്സ് ഇട്ടേക്കുന്നത്. കേറി നോക്കൂ ക്ലൂഡ്സ്. ഹലോ ശരിയാ വീഡിയോ ലൈവ്. ഞാൻ എപ്പോഴും ലൈവിൻ്റെ കൂട്ടിയാണ്. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ലൈവായിട്ടാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും ലൈവ് കളിക്കുന്നതിൻ്റെ കൂട്ട് ഇങ്ങനെ എൻ്റെ ഒരു സ്വഭാവം. വെറുതെ ലൈവാണെന്നും പറഞ്ഞോണ്ട് അങ്ങനെ അങ്ങിരിക്കും. ബാക്കിയുള്ളവരെ അതിന് ഒരു പേരും കൂടെ വിളിക്കും മട്ടാണ്. ഇത് എന്തുവാ? ഇൻവൈറ്റ് ഫ്രണ്ട്സ് ടു ടീം അപ്പ് ആൻഡ് സ്റ്റീൽ ബ്രെയിൻ റോട്ട്സ് ടുഗദർ. യുവർ ബ്രെയിൻ റോട്ട് ആൻഡ് ക്യാഷ് ഓഫ്ലൈൻ വെൻ യു ലീവ് ദ ഗെയിം. ഇത് രണ്ടും ചടപടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഷാമി എന്തിനാണോ നീ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കണേ? ചാറ്റിനകത്ത് ഇതിട്ടുകൊണ്ടിരിക്കണേ ടിപ്പ്. Bombomini Gussini. ഇനി ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോർ ഓൾറെഡി ഫില്ലാണ്. തേർഡ് ഫ്ലോർ കൂടെ ഫില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ റീബർത്ത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയാൽ ഇനി കിടക്കണ എല്ലാ ഞാൻ നിങ്ങൾക്ക് ഇത് വരും നമ്മുടെ ഇവനേതാ? അയ്യോ ആടാ അതെന്ത് തുലിയാടാ അങ്ങനെ. Odin din din don. അന്നെനിക്ക് എടുക്കാൻ പറ്റാഞ്ഞതുപോലെ എന്തുവാണ് ഇങ്ങനെ ഈ ഗെയിം? അവനെ പറ്റി അവനോട് പറയാൻ ഇച്ചിരി പറയാൻ കൊടുത്താൽ ആവശ്യമുണ്ട്. അവൻ എന്ത് ചെയ്യടാ? I will not steal.
You reach me for നാല് വാക്കുവാണെങ്കിൽ നമ്മൾക്ക് വെള്ളള്ളിയിട്ട് ഉതിന്തിന്നു എടുക്കാം. ക്യാൻ ഐ ഹാവ് ബ്രെയിൻ റോട്ട്? അവനെ പറ്റിക്കാം. അവൻ എവിടാണ് കയറിയേ? നടക്കൂല മോനെ, നീ അങ്ങനെ പോയി. നീ ഉണ്ടാക്കും, നീ അങ്ങ് ഉണ്ടാക്കും, നീ എന്നെ അങ്ങ് ഉണ്ടാക്കാൻ പാടാ. അടി ഇവന് ഏതാടാ ക്ലൂഡ്സ്? ഇത് ശരിയല്ല, നിന്റെ സർവറിലുള്ള ആൾക്കാർ ശരിയല്ല കേട്ടോ ക്ലൂഡ്സ്. അടാ എന്തുവാടാ ഇവന്മാരിങ്ങനെ, എന്തുവാടാ? ഞാൻ അവനല്ലോ ഇവിടെ പറഞ്ഞേ ഐ വിൽ നോട്ട് സ്കീലെന്ന്. ക്ലൂഡ്സ് കയറാമോ. ഞാൻ ഒരു ദിവസം ഞാൻ അവൻ്റെ കൂടെ കയറി കളിച്ചു. ഞാൻ അവനോട് ചോദിച്ചു 7 മണിക്ക് വരാമെന്ന്. എന്നിട്ട് അവൻ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയും കൂടെ എടുത്തത്. അവൻ പറഞ്ഞിട്ടുമാണ് അപ്സെറ്റ്. അയ്യോ അത് വേണ്ട. എടാ മൊബൈൽ ഓൺലി സെർവർ ആണെങ്കിൽ എനിക്ക് ഫ്രൂട്ട്സിനെ കാണാൻ പറ്റത്തില്ല. അവൻ പീസിയാ. എടാ ലീവ്. എനിക്ക് പീച്ചി ചറുവർ വേണം. ഫ്രൂട്ട്സ് ഇപ്പോഴും ഉണ്ടല്ലോ. അവൻ്റെ ജോയിൻ പിടിക്കാം. നല്ല അവിടെ ഞാൻ മൊബൈലുള്ള സർവർ എനിക്ക് വേണ്ട. തന്നാ ഞാൻ തല്ലിയാൻ കൊല്ലി ഞാൻ. എടാ ഫ്രൂട്ട്സേ വേറെ ഏതെങ്കിലും ഗെയിം കളിയടാ. എന്നാലേ എനിക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ഞാൻ ഇപ്പം ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് വേണം ഇപ്പം കേട്ട മൊബൈലിൽ. എന്നത് ഹെലികോപ്റ്റർ വേണ്ട. കളി തുടങ്ങിയോ? കളി ഇപ്പം തുടങ്ങും. ഗൺ ഗെയിം എടാ ഈ കളിക്കുന്ന ഇങ്ങനെ. എടാ ഇതിനകത്ത് ഇങ്ങനെ കളിക്കുന്നേ. എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ? അവിടെ ഫ്രൂട്ട്സ് കിടക്കണേ.
ഞാൻ ക്ലൂഡ്സിനെ കണ്ട്. എടാ ഞാൻ ക്ലൂഡ്സിനെ കണ്ടു. എടാ ഞാൻ ക്ലൂഡ്സിനെ കണ്ടടാ. ക്ലൂഡ്സ് സൈഡിൽ നോക്കിയേ. ക്ലൂഡ്സ് ഇട്ട് വാട്സപ്പ്. വീഡിയോ എടാ എനിക്കെന്താ കേറാൻ പറ്റാത്ത? ഇതെന്ത് തൊലിയ? എന്താ ആ ക്ലൂഡ്സിനെ ആരോ കൊന്നു. ഞാൻ കണ്ടു ക്ലൂഡ്സിനെ ആരോ കൊന്നു. ആണോ? അവിടെ ക്ലൂഡ്സ് ആണ് ഇപ്പൊ ചാടി കിടക്കണേ. ജോയിന്റ് ക്ലൂഡ്സ്. ഈ കളി തുടങ്ങിയിട്ട് ക്ലൂഡ്സ് ആരോ കൊന്നു. കുറുമ വേറെ കൊന്നു. കൂരിയോ? എടാ ക്ലൂഡ്സ് സൗലാമനെ കൊന്നു. എടാ ക്ലൂഡ്സ് ശരിയല്ല കേട്ടോ. ക്ലൂഡ്സ് എന്തുവാ ക്ലൂഡ്സ് ഇങ്ങനെയൊക്കെ കാണിക്കാവോ? ക്ലൂഡ്സ് ഹൈബാസിലോ? അവൻ എന്നെ കൊന്നു. അവനെയും കൊന്നു. സൂപ്പർ. എടാ ക്ലൂഡ്സ് അല്ല ഇപ്പം എൻ്റെ മുന്നിൽ കൂടെ. അല്ല എടാ ഇവിടെ മറ്റോ അതിപ്പം എൻ്റെ മുന്നിൽ കൂടെ ചാടിപ്പോയേ. ആപ്പിച്ചൊക്കെ വെച്ചോണ്ട് നടക്കണോ പ്രിയാന്തൻ. ഓ അസൈൻമെന്റ്. അടിപ്പന്റെ മുന്നിൽ കൂടെ ഓടുന്ന ക്ലൂഡ്സ് എനിക്ക് ഉറപ്പാ. 100% ഉറപ്പാ. ഈ പാലത്തിന്റെ അതുവഴി ആണോ? അല്ലടാ അവനെ ഇപ്പൊ കൊന്നു. ഞാൻ കണ്ടില്ല. ഹിൽഫീൽഡ് കണ്ടില്ല. ഇവനിവിടെ പറന്നു നടക്കണേ. അടുത്തവനും പറന്നു നടക്കുന്നു. ഇതെന്ത് തൊലി? ഇതെന്താ ഇങ്ങനെ? എടാ ആൾക്കാർ ക്ലൂഡ്സ് ആരെയോ കൊന്നു. ഞാൻ കണ്ടു. ക്ലൂഡ്സ് അടുത്ത ആളെയും കൊന്നു. ഐബാസില് ക്ലൂഡ്സ് ഡിഫീറ്റിനെ കൊന്നു. ക്ലൂഡ്സ് ആടാ 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 എടാ ക്ലൂഡ്സ് ഇതിനകത്ത് കില്ലാടിയാകുമ്പോടെ ഇങ്ങനെ ആടാ അടുത്തവനെയും കൊന്ന്. ഇവിടെ അടുത്ത 4 ആൾക്കാരെ കൊന്നേ. 4 കൊല്ലു ക്ലൂഡ്സ് അങ്ങോട്ട്. എന്തോ ഇങ്ങനെ? 5 6 7 8 9 ആൾക്കാരെ കൊന്നിരിക്കുന്നു.
സ്റ്റീലിബ്രീനോട് കളിക്കുന്നു. ഇനി അടുത്ത ഓട്ടം തുടങ്ങിയേ. ക്ലോഡ്സ് കൊല്ലം കൂടെ. ക്ലോഡ്സിൻ്റെ കാണുന്നില്ലല്ലോടാ. ഇതിലായിട്ട് ക്ലോഡ്സ് സിനിമനെ കണ്ടില്ലേ? ക്ലോഡ്സ് കണ്ട എന്തായാലും എന്നെ കൊല്ലും. കാണുന്നില്ലല്ലോ ബ്രോ. റെയിനി ഡേ 5856 ഫോർ തുങ് ബാറ്റ. എടാ അപ്പം അതിനകത്ത് ചാറ്റിനകത്ത് അടിച്ച തുങ് ബാറ്റൊക്കെ കിട്ടും. എടാ അങ്ങനെയാണെങ്കിൽ അപ്പോൾ RPG ഒക്കെ എങ്ങനെയാണോ എടുത്തോണ്ട് പോയേ? എടാ അയ്യോ, സ്പാം ചെയ്തുകൊണ്ടിരിക്കാൻ പോകും. അമ്മേ ഇപ്പൊ വരാമോ? അങ്ങനെയല്ലല്ലോ. ഞാൻ 3 പ്രാവശ്യം ഇട്ടു. എടാ കോഴ്സ് എന്താണ് കാണാത്തേ? ഞാൻ ഗ്ലൂഡ്സിനെ കണ്ടു. ഡാ അവൻ ഇങ്ങോട്ടൊക്കെ ഫയർ ചെയ്യുന്നടാ. എൻ്റെ ഫയർ ചെയ്യൂടെ? അവിടെ എനിക്കെന്താ കളിക്കാൻ പറ്റത്തേ? എനിക്ക് ഈ ഗെയിമിൻ്റെ മുക്കും മൂലയും പോലും അറിയത്തില്ല. അവിടെ ഈ ഗെയിമിനകത്ത് എങ്ങനെ ഇറങ്ങുന്നേ? ചത്താലും പിന്നെ റിവൈവ് ആവാൻ പറ്റൂ? അത് ഇനി എനിക്കിത് കളിക്കാൻ പറ്റത്തില്ലേ? എടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വെയിറ്റ്, ഇപ്പം ഇതിനകത്ത് ക്ലൂഡ്സ് ഉണ്ടോ? ഇനി ക്ലൂഡ്സ് ഉണ്ടായിട്ടല്ല അവൻ്റെ മെസ്സേജ് കാണുന്നത്. അവൻ ബ്ലോക്ക് ഫ്രൂട്ട്സ് കയറി. എങ്കിൽ ഞാനും കയറും. ഞാനാ പറയുന്നത്. എങ്കിൽ ഞാനും കയറും. നാണും ഉണ്ടേ. എനിക്കിത് ഏകദേശമൊക്കെ കളിക്കാൻ അറിയാം. ഏകദേശം അതിൻ്റെ മുക്കും മൂലയൊക്കെ അറിയാം. ഫുൾ അറിയാവുന്നല്ല, ഒരു 100-ൽ 10% എനിക്കറിയാം. ബാക്കിയൊന്നും അറിയത്തില്ല. എങ്ങനെ കട്ടായ മേടിക്കാം, എങ്ങനെ ആൾക്കാരെ കൊല്ലാം, അത് മാത്രം അറിയാം. അല്ലാണ്ട് എങ്ങനെ ലെവലപ്പ് ആവാം, എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെ കിട്ടും, അങ്ങനെ അതൊന്നും എനിക്കറിഞ്ഞൂടാ. I don't like this game. I like Steel Brindut. എടക്കേരടാ. Clouds has moved to registered location. എന്തുവെച്ചാ? എടാ ക്ലൂഡ്സ് എന്നെ കളഞ്ഞു. ക്ലൂഡ്സിന് എന്നെ വേണ്ടേ? എടാ ക്ലൂഡ്സിനെ ഞാൻ കാണുന്നില്ലല്ലോ. ക്ലൂഡ്സ് എപ്പോഴും ബ്ലോക്ക് കളിയാണ്. എടാ കേറടാ. അവൻ്റെ ഗെയിമിനകത്ത് എന്താടാ എനിക്ക് കയറാൻ പറ്റാതെ? ഞാൻ അവൻ്റെ കൂടെ കയറി, പക്ഷെ എനിക്ക് അവൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്നില്ല. അവനെ ഞാൻ കാണുന്നില്ല. എന്താ ആർക്കറിയാം. ക്ലൂഡ്സ് ഇപ്പം സ്റ്റീൽ ബ്രീൻഡ് കളിക്കുന്നോ? അങ്ങനെ ചോദിക്കാൻ പറ്റും. ബ്രോ സ്റ്റീൽ ബ്രീൻഡ് കളിക്കുന്നു. ലോഡിങ് ഡേറ്റ അല്ല കള്ളവഴി അറിയും. അശോകോ അതാ ഫോൾട്ടിയൻ ഫാമിലിയാ. അവിടെ ഫോൾട്ടിയൻ മറ്റേ കേലസിൻ്റെ കൂടെ കളിക്കും.
എടാ എടാ നമ്മുടെ ക്ലൂട്ട്സ് എന്ത് അണ്ണൻ? ക്ലൂട്ട്സ് അണ്ണനെ കാണുന്നില്ല. അവന് എന്നെ തൊടാൻ പറ്റത്തില്ല. അയ്യോ അവനെ തൊട്ടറാ. ബാക്ക് പഠിക്കട്ടെ. ഇവനേതാ? അയ്യോ വരുന്നു. What the heck? ഇതെന്ത് തേങ്ങ? പോടാ. ഗെയിമർ റോബോട്ട് INC. അതാരാ? ഗെയിമർ റോബോട്ട് INC. ഗെയിമർ റോബോട്ട് INC. ടിക്ക് മാർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിച്ചോ ടിക്ക് മാർക്ക് കിട്ടും. SSLC ജയിച്ചതിൻ്റെ പാസ്പോർട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഞാൻ അയച്ചു കൊടുത്താൽ മതി. ടിക്ക് മാർക്ക് കിട്ടും. ടിക്ക് മാർക്ക് കിട്ടും. അവർ സർട്ടിഫിക്കറ്റിനകത്ത് ടിക്കറ്റ് തരും. അന്നേരം റോബ്ലോക്സ് അക്കൗണ്ടിനകത്ത് മേടിക്കും എന്ന് ഞാൻ പറയത്തില്ല. ഏട്ടാ എനിക്ക് കോഴ്സിൻ്റെ കൂടെ കയറണം ബ്രോ. What the heck? Cloots! നീ എവിടെ ക്ലൂട്ട്സ്? ക്ലൂട്ട്സിനോട് എനിക്ക് കേറാൻ പറ്റുന്നില്ലടാ. എടാ ക്ലൂട്ട്സ് എന്തിയാണോ? എടാ ക്ലൂട്ട്സ് തേജം വരുന്നു. അയ്യോ ചിരിയും വരുന്നു, ദേഷ്യവും വരുന്നു, കരച്ചിലും വരുന്നു. കരച്ചിലും ചിരിയും കൂടെ വരുമ്പോ ഇങ്ങനെയൊക്കെയാ കാണിക്കുന്നത്. പൊട്ടത്തര വന്നറിയ. എന്നാലും Clothes, where are you? Where are you? Where are you, man? എടപാടാ. ക്ലോത്ത്സ് ആണെങ്കിൽ ഞാനുണ്ട്. ക്ലോത്ത്സ് ഇതിനകത്തില്ലടാ. എന്നു എടാ ക്ലോത്ത്സ് നീ എവിടാടാ? നീ ഹൈപ്പർ ഷോട്ടിന്ന് എന്തിനാടാ ക്ലോത്ത്സ് നീ ഇപ്പം ഇറങ്ങിപ്പോയത്? അറിയാതെ ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു. ക്ലൂട്ട്സ് നീ എവിടാണോ? Cloud has moved to a
റെസ്ട്രിക്റ്റഡ് ലൊക്കേഷൻ വിത്തിൻ. എന്തുവാടാ ഞാൻ റിപ്പോർട്ട് ചെയ്യും. എന്തിനാ നീ എൻ്റെ അയ്യോ അയ്യോ ആടാ. ഇപ്പം നിങ്ങൾ കേട്ട സൗണ്ട് ഞാൻ ഫോണിനകത്തിട്ട് ഇടിച്ചു. പിന്നെ മനുഷ്യരുടെ ദേഷ്യം വരത്തില്ല എന്ന് തോന്നിയത്. അവിടെ എനിക്ക് എന്താണ് അവൻ്റെ കൂടെ കയറാൻ പറ്റുന്നത്? Assignment. Clothes. Clothes. Hello, clothes. Clothes ചേട്ടാ, നീ എവിടാ ചേട്ടാ? എടാ ക്ലൂട്ട്സ് ചേട്ടാ, ക്ലൂട്ട്സേ. അവിടെ ഇപ്രാവശ്യം വന്നിനെ ഞാൻ കൊല്ലി ഞാൻ നിന്റെയൊക്കെ. എന്തുവാ എനിക്കത് മനസ്സിലാവില്ലടാ. ഇതിന്റെ അർത്ഥം എന്താടാ? What do you guys want? തൊടി. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എനിക്ക് പ്രാന്ത് പിടിക്കുന്നടാ. എന്തുവാ ഇങ്ങനെ? അപ്പം ഞാൻ പോകുന്ന ബായ്. ഇപ്പൊ തന്നെ 2 GB എടുത്തായി ഡേറ്റ ഈ വീഡിയോ എടുത്തതിന്. ഉണ്ടാക്കി ഡേറ്റ് കൊടുത്ത് നിങ്ങളെ ഞാൻ ഇതെന്തിനാണ് പോപ്പായത്? നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് തരുമല്ലേ? ചാർജ് ചെയ്ത് എത്ര പൈസ വേണമെന്നാ ഗൈസ്? 1 ലൈക്ക് സബ്ബോഡി ഗൈസ്. എന്നാലേ നമുക്ക് അടുത്ത റോഡ് ടു 50K. ഇംഗ്ലീഷ് പറയാൻ നിന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. 50K റോഡ് ടു 50K ആണ് ഗൈസ്. ലൈക്ക് സബ് ഷെയർ. ഞാൻ പോകുന്നു. ബൈ. അമ്മയെ വഴി പഠിപ്പിച്ചേ. ഞാൻ പോകുന്നു. ബൈ. പിന്നെയും പോയി. അപ്പം ഞാൻ പോകുന്നു. ബൈ. അപ്പം ഞാൻ പോകുന്നു. ബൈ.